ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വർഷയ്ക്ക് പ്രസവിക്കാൻ കഴിയില്ലെന്നുള്ള കാര്യം വർഷ അതേ നമ്മുടെ ശ്രീകാന്തിനോട് പറയുക. അങ്ങനെ ശ്രീകാന്തിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് ആണെങ്കിൽ നീ ഇതെന്നൊക്കെ ഈ പറയണേന്ന് ചോദിച്ചു. ഒരു കാര്യം ചെയ്യാം, നമുക്ക് വാടകയ്ക്ക് ഒരു സ്ത്രീയെ വെക്കാമെന്ന് പറഞ്ഞു വർഷ. എന്നത്തിന് അവർ പ്രസവിച്ചോളൂ എന്ന് പറഞ്ഞു. അവർക്ക് പകരം മണി കൊടുത്താൽ മതി. ഇപ്പോൾ പല സെലിബ്രിറ്റീസും അങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ വർഷ പറയുക കേട്ടോ. അതിന് അവരെന്തെങ്കിലും ചെയ്യട്ടെ, നമ്മളെന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേ നല്ലൊരു ഓപ്ഷനാണ് ഇത്, നീ എതിർത്തൊന്നും പറയാൻ നിൽക്കരുതെന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുക കേട്ടോ. അപ്പോൾ ഒരമ്മയെന്ന് ഇമോഷണൽ ഫീൽ ചെയ്യണമെന്ന് നിനക്കൊരാഗ്രഹം ഇല്ലേ എന്ന് ചോദിച്ചപ്പം വാടക ഗർഭത്തിൽ കുഞ്ഞ് പറഞ്ഞാലും ഞാൻ തന്നെയല്ലേ അതിൻ്റെ അമ്മ എന്ന് ചോദിക്കുക വർഷ. അപ്പോൾ ഇമോഷണലൊക്കെ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ തന്നെ പ്രസവിക്കണം എന്നൊരു നിർബന്ധം ഇല്ല ശ്രീകാന്ത്. അയ്യോ ഇതൊന്നും ശരിയാവില്ല വർഷ, എൻ്റെ അമ്മ ഇതൊന്നും സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു. അതിന് ആൻറ്റി എന്തിനാ ഇതൊക്കെ സമ്മതിക്കുന്നേ? ഇറ്റ്സ് മൈ ബോഡി മൈ ചോയ്സ്, ഇത് എൻ്റെ ശരീരമാണ്, കുഞ്ഞിനെ പ്രസവിക്കണോ വേണ്ടതെന്നേ ഞാൻ തീരുമാനിക്കുമെന്ന് വർഷ ശ്രീകാന്തിനോട് പറയും. ശ്രീകാന്ത് അന്തം വിട്ടിരിക്കും കേട്ടോ. വർഷ എനിക്കും കാണില്ലേ ആഗ്രഹങ്ങൾ, എൻ്റെ തീരുമാനത്തിന് അത് ഒരു വിലയില്ലേ എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പം ശ്രീകാന്തിന് അഭിപ്രായം പറയാം. പക്ഷെ തീരുമാനം എടുക്കുന്നത് ഞാനായിരിക്കുമെന്ന് വർഷ. ഒരു പെണ്ണായ കുഞ്ഞിന് ജന്മം നൽകണം, അതാണ് വർഷ പ്രകൃതി നിയമം എന്ന് പറയുമ്പം പെണ്ണെന്നാലേ കുഞ്ഞിനെ പ്രസവിക്കുന്ന മെഷീനാണെന്നാണല്ലോ നിങ്ങളുടെയൊക്കെ ഒരു വിചാരം അല്ലേ? അയ്യോ എൻ്റെ പൊന്നു വർഷം, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. നിൻ്റെ തീരുമാനം മാറ്റേണ്ടി വരും. ഒരിക്കലും ഞാൻ എൻ്റെ തീരുമാനം മാറ്റില്ല. പെട്ടെന്ന് റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്യണമെന്ന് നീ പറഞ്ഞിരുന്നല്ലോ, തൽക്കാലം അതിനെക്കുറിച്ച് ആലോചിക്കും, മറ്റൊന്നിനെക്കുറിച്ച് നീ ഇപ്പോൾ ആലോചിക്കണ്ടെന്നും പറഞ്ഞു വർഷ ശ്രീകാന്തിൻ്റെ സമാധാനം മുഴുവൻ കെടുത്തി കളഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി. ശ്രീകാന്തിന് ഇങ്ങനെ ആലോചിക്കുക. ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ കാണിക്കുന്നത് ശ്രുതിയും കിടക്കുക. ശ്രുതിക്കാണെങ്കിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, തിരിഞ്ഞും മറിഞ്ഞും ഞെളിഞ്ഞും ഒക്കെ ഇങ്ങനെ കിടക്കുവാണ്. എന്നിട്ട് എഴുന്നേറ്റിട്ട് പാൻറ്റീൻ്റെ പോക്കറ്റിൽ നിന്ന് ആ പേപ്പർ എടുത്തിട്ട് ആരായിരിക്കും ആ ഒരാൾ എന്നും പറഞ്ഞുകൊണ്ട് എടുത്ത് ഇത് വായിച്ചുകൊണ്ടിരിക്കുക. ഇത് വായിച്ചിട്ട് പിന്നെയും ടെൻഷൻ അടിക്കാം. എന്നിട്ട് ഉറങ്ങി കിടക്കുന്ന ശ്രുതിയെ നോക്കുക കേട്ടോ. ആ ഒരാൾ ഇനി ഇവളാണോ എന്നൊക്കെ ശ്രുതിയെ നോക്കിയിട്ട് ശ്രുതി ഇങ്ങനെ സ്വയം ഇരുന്ന് പറയുക കേട്ടോ. ഇവളായിരിക്കുമോ, ഇവള് കാരണം ആയിരിക്കുമോ, അങ്ങനെ വല്ലതും വരുമോ എന്നൊക്കെ ഇങ്ങനെ ശ്രുതിയിരുന്ന് സ്വയം ചിന്തിക്കുക കേട്ടോ. അല്ല ഇവളല്ല, ഇവൾ വരാനാവാൻ ഒരു വഴിയും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സ്വയം ഇരുന്ന് എന്തൊക്കെയോ പറയണം. പിന്നെ അത് ആരായിരിക്കും അങ്ങനെ വരാൻ പോണേ? എൻ്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് ആ പേപ്പറും പിടിച്ച് എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. എന്നിട്ട് അമ്മയെ വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് പതുക്കെ അമ്മയെ വിളിക്കാൻ പോകണം. ഫോൺ എടുത്ത് അമ്മയുടെ നമ്പറിലേക്ക് വിളിക്കുക. അമ്മ നല്ല ഉറക്കമാണ്. കോള് വന്നപ്പോഴത്തേക്കും ഒരു തരത്തിൽ എഴുന്നേറ്റ് ഫോൺ എടുത്തു. ഇവരെന്തിനാ ഈ നേരത്ത് വിളിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഫോൺ എടുത്തു. ഹലോ എന്താടാന്ന് ചോദിച്ചു. അമ്മേ അതെ അമ്മ എന്തെടുക്കാന്ന് ചോദിക്കുമ്പം ഞാൻ ബിരിയാണി കഴിക്കാം, നിനക്ക് വേണോ ഈ സമയത്തോ? ഇതെന്നാ അമ്മ, ആരും അറിയാതെ ബിരിയാണി വാങ്ങിച്ച് വെച്ച് ഒറ്റയ്ക്ക് കഴിക്കുകയാണല്ലേ? ഞാൻ കരുതി അമ്മയുടെ മുമ്പുള്ള ശീലമൊക്കെ മാറിയെന്ന്. എൻ്റെ ദൈവമേ, അല്ലെങ്കിലും ബിരിയാണി ഒന്നും എനിക്ക് വേണ്ടമ്മേ, ഞാനിപ്പോൾ ഒന്നും കഴിക്കാനുള്ള ഒരു മൂഡിലല്ല. അമ്മ പെട്ടെന്ന് കഴിച്ചിട്ടൊന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അന്നേരം എടാ മണ്ട വിവരം കെട്ടവനെ, ഈ സമയത്ത് ഞാൻ വേറെ എന്തെടുക്കാനാടാ, ഞാൻ ഉറങ്ങുമായിരുന്നടാന്ന് അമ്മ മോനോട് പറയണം. നീ എന്തിനാ വിളിച്ചതെന്ന് വെച്ചാൽ പറയാൻ പറഞ്ഞു. അത് പിന്നെ അമ്മ എനിക്ക് ഉറക്കം വരുന്നില്ല അമ്മയെന്ന് പറഞ്ഞു. അമ്മ ഒന്ന് ഹോളിലേക്ക് വരാവോ, നിനക്ക് ഉറക്കം വരുന്നില്ലെങ്കിൽ നീ ഉറങ്ങണ്ട, എന്തിനാടാ എൻ്റെ ഉറക്കം കൂടി നീ കളയുന്നേ? അമ്മ ഒന്ന് അങ്ങോട്ട് വാ അമ്മ, എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഒന്ന് വാ. വരുന്നു എന്നും പറഞ്ഞു അമ്മ ഫോൺ കട്ട് ചെയ്തു. നേരെ അങ്ങ് പോണു. അപ്പോഴേക്കും മോൻ ഹാളിൽ ചെന്നു. ഇങ്ങനെ ആലോചിച്ച് നിൽക്കും, എന്നാലും ഇത് ആരായിരിക്കും എന്നും പറഞ്ഞു. അപ്പോൾ അമ്മ അങ്ങ് വന്നു. നീ എന്തിനാണ് ഈ പാതിരാത്രിക്ക് ഇവിടെ വന്ന് തനിയെ നിന്ന് സംസാരിക്കുന്നത്? അമ്മ മോനോട് ചോദിച്ചു. അന്നേരം ഒരു പ്രശ്നമുണ്ട് അമ്മയെന്ന് പറഞ്ഞു. നിനക്ക് എപ്പോഴാ പ്രശ്നമില്ലാതിരുന്നിട്ടുള്ളത് എന്ന് അമ്മ മോനോട് ചോദിക്കുക. എന്താ പ്രശ്നം അത് പറയാൻ പറഞ്ഞു. ശ്രുതിയായിട്ട് എന്താ നീ വല്ല വഴക്കും കൂടിയെന്ന് ചോദിക്കുമ്പം അയ്യോ അതല്ലമ്മേ, ഇത് വേറെ പ്രശ്നമാണ്. വേറെ എന്നാ പ്രശ്നം? അമ്മ അത് നോക്കിയേ, ഈ വായിച്ചു നോക്കിയേ അമ്മയെന്നും പറഞ്ഞു കൊടുത്തു. അങ്ങനെ അമ്മ അത് വായിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിൽ ഇടയിൽ ഒരാൾ കാരണം നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ പ്രശ്നം ഉണ്ടാകുമെന്ന്. ഇതെന്താടാ ഇതാരാടാ എഴുതിയേ? ഷോറൂമിൽ വന്ന ഒരാൾ എനിക്ക് തന്നിട്ട് പോയതാ അമ്മേ, ഞാനത് വായിച്ച് നോക്കുന്നതിനിടയിൽ അദ്ദേഹം പോയെന്നും പറഞ്ഞു. അദ്ദേഹത്തെ ഇതിനു മുന്നേ ഞാൻ എവിടെയും കണ്ടിട്ടില്ല അമ്മേ എന്നൊക്കെ പറയൂ കേട്ടോ. അമ്മേ വേറെ ആരോ ഇത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്ത് വിട്ടതായിരിക്കും അമ്മേ, എനിക്ക് ആലോചിച്ചിട്ടാണെങ്കിൽ ആകെ പേടിയാകും അമ്മ, എന്നെ ചെയ്യും അമ്മ എന്നൊക്കെ മോനിങ്ങനെ അമ്മയോട് ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അമ്മ ഇങ്ങനെ നോക്കുക മോനെ അമ്മ നോക്കുന്നത് കണ്ടപ്പോൾ മോനാകെ ഒരു ഇത്, അമ്മ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? അമ്മ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിക്കുമ്പം എന്താടാ പുതിയ ഐഡിയ ആയിട്ട് നീ ഇറങ്ങിയതാണോടാ എന്ന് അമ്മ ചോദിക്കുമ്പം ഐഡിയയോ? അത് തന്നെ, എല്ലാ മാസവും 50,000 രൂപ നിൻ്റെ അച്ഛന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് അമ്മ പോയത്. ആ കാശ് കൊടുക്കാതിരിക്കാൻ നീ പുതിയ വിഷയം ഉണ്ടാക്കുന്നല്ലേടാന്ന് ചോദിച്ചു. അയ്യോ അമ്മേ, ഞാൻ അങ്ങനെ ഒരുത്തനാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നീ അങ്ങനെ ഒരുത്തനാ മോനെ,
കള്ളത്തരം കാണിക്കാനേ നിന്നെ കഴിഞ്ഞിട്ടേ വേറെ ആളുള്ളൂ. നിന്റെ കാര്യത്തിനായി നീ എന്നാ വേണമെങ്കിലും ചെയ്യും. അങ്ങനെ ഒരുത്തനാ നീ എന്നും പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു കേട്ടോ. ദേ പുതിയ കഥയുണ്ടാക്കുന്ന മാസം കാശ് കൊടുക്കാൻ നോക്കടാന്നും പറഞ്ഞ് അമ്മ ഇവനെ പേടിപ്പിക്കുക. അന്നേരം എനിക്ക് മനസ്സിലായമ്മേ, എൻ്റെ കൂടെയുള്ളവരെയും ആര് കാരണമാണ് എനിക്ക് പ്രശ്നം ഉണ്ടാകാൻ പോകുന്നതെന്ന് ഇപ്പം എനിക്ക് ബോധ്യമായി എന്നീ ശ്രുതി പറയുക. അമ്മയെ എങ്ങനെ നോക്കിക്കൊണ്ട് എന്നിട്ട് അമ്മ കാരണം എനിക്ക് പ്രശ്നം ഉണ്ടാകാൻ പോകുന്നതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം എടാ ദേ എന്താടാ നീ പറഞ്ഞേ, ഞാൻ കാരണം നിനക്ക് പ്രശ്നം ഉണ്ടാകാൻ പോകുന്നു. അങ്ങനെ കുറേ തല്ലി മോനെ അമ്മ. നീ ഉണ്ടാക്കിയ പ്രശ്നങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ നോക്കിയതാടാ ഞാൻ ചെയ്ത തെറ്റ്. എല്ലാവരുടെയും മുന്നിൽ മാനം കെട്ട് തല കുനിച്ച് നിൽക്കേണ്ടി വന്നില്ലടാ എനിക്ക്. എന്നിട്ടിപ്പം ഞാനാണ് അത്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. നീ ആള് കൊള്ളാലോടാന്ന് പറഞ്ഞ് കുറേ എടുത്തിട്ട് അടിച്ചു. നന്ദി കൊട്ടവനെ എന്നും പറഞ്ഞ് വിളിച്ച് ഇവനാണെ കയ്യും തൂത്ത് കവിളും തൂത്ത് പുറവും തൂത്ത് ഇങ്ങനെ അമ്മയുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഒരു നോട്ടവും നോക്കി. ചന്ദ്രയാണെ ഇവനെ തുറച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇവിടെ നിൽക്കുവാണ്. ആ സമയത്ത് ശ്രുതിയും തിരിച്ച് അതുപോലെ തന്നെ എനിക്കിപ്പോൾ ആരെയും വിശ്വാസമില്ല എന്ന് പറഞ്ഞു. നിനക്ക് വേണ്ടി ഞാൻ എന്തൊക്കെയാടാ ചെയ്തത്, എന്നിട്ട് നിനക്കെന്നെ വിശ്വാസം ഇല്ലടാ എന്ന് അമ്മ മോനോട് ചോദിക്കുമ്പോഴും ശ്രുതി അമ്മയെ തന്നെ ഇങ്ങനെ നോക്കുക. അമ്മയ്ക്കായിട്ടുള്ള മൂട്ടൻ പണിയാണ് ശ്രുതി കൊടുത്തത്. എന്നും പറഞ്ഞിങ്ങനെ മോളുമേന്താണ് നീ നോക്കുന്നത്? അല്ല ഞാൻ കാരണമാണല്ലോ സ്വർണം മാറ്റിവിട്ടവരുടെ കൂട്ടത്തിൽ അമ്മ നാണം കെട്ടതും. അതുകൊണ്ട് എന്നെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് അമ്മയല്ലേ ഈ കത്ത് കൊടുത്തു വിട്ടത് എന്ന് ശ്രുതി ഇങ്ങനെ ചന്ദ്രയോട് ചോദിക്കുക. ഓഹോ മരമണ്ടെന്നും പറഞ്ഞ് നിൽക്കുവാണ് ചന്ദ്ര. അമ്മയ്ക്കൊപ്പം ആ ഭാമാൻ്റെയും കാണും. ഇപ്പം എനിക്ക് മനസ്സിലായി, നിങ്ങൾ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്താലേ ഇതെന്ന് ചോദിക്കുമ്പം എടാ മഹാപാപി എന്തൊക്കെയാടാ നീ പറഞ്ഞുണ്ടാക്കുന്നേ, ആരെയും വിശ്വസിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ലമ്മേ, അതുകൊണ്ട് ഞാൻ ഇനി ആരെയും വിശ്വസിക്കത്തില്ല എന്നും പറഞ്ഞായി ആ പേപ്പർ എടുത്ത് കൈയും ചുരുട്ടി പിടിച്ചിരിക്കുന്ന പേപ്പറും എടുത്ത് ഗുഡ് നൈറ്റ് അമ്മയെന്നും പറഞ്ഞ് അങ്ങ് പോവുക. എൻ്റെ ദൈവമേ ഇവൻ എന്നാ ഇങ്ങനെ ആയിപ്പോയത്, തിരുമണ്ടനായിപ്പോയല്ലോ എന്ന് പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ അവിടെ ഇരുന്ന് ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുക. നേരം വെളുത്തു. അപ്പോൾ അതേ നമ്മുടെ അച്ഛൻ അവിടെ ഇരുന്ന് പത്രം വായിക്കുക. അച്ഛൻ അവിടെ നിന്ന് പത്രം വായിക്കുമ്പം രേവതിയാണെങ്കിൽ രാവിലെ അപ്പം രവിയേട്ടനെ ചായ കിട്ടിയോന്ന് ചോദിച്ചു. അപ്പോൾ രേവതി മോള് നേരം വെളുത്തപ്പോൾ അതുപോലെ തന്നെ എനിക്ക് കോഫി കൊണ്ട് തന്നു, നിനക്കതിനൊന്നും നേരം ഇല്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക. എന്നിട്ട് ചന്ദ്ര അവിടെ ഇരുന്ന് എന്നും പറഞ്ഞുകൊണ്ടിരുന്ന് കോഫി കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് ഒരാൾ വന്നപ്പം സച്ചി ഉണ്ടോ എന്ന് ചോദിച്ചു. അതേടാ സച്ചി, കാർത്തി വന്നടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അച്ഛൻ നീട്ടി വിളിക്കും. അപ്പോൾ കാർത്തിന് ചായ കുടിച്ചോടാന്ന് ചോദിച്ചു. ആ കുടിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ രേവതിയോട് വണ്ടിയുടെ താക്കോൽ എടുക്കാനും പറഞ്ഞു. എടാ സമയം എത്രയായെന്ന് ചോദിച്ചു. അപ്പോൾ 9:10. അപ്പോൾ രാഹുകാലത്തിന് 10 മിനിറ്റും കൂടി ഉണ്ട്. അച്ഛാ ദേ ഞങ്ങളിപ്പോൾ വാങ്ങിച്ച കാർ ഇവനാട്ടോ ഓടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. പറയുന്നത് കേട്ടാ തോന്നും വലിയ ഷോപ്പിംഗ് മോളാണ് വാടകയ്ക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അവിടെ ഇരുന്ന് പരിഹസിക്കുക സച്ചിയെ. അന്നേരം നല്ലൊരു കാര്യം പറയുമ്പോൾ സന്തോഷം കെടുത്താതെ ചന്ദ്രേ എന്ന് രവിയേട്ടൻ പറഞ്ഞു. അതൊക്കെ പറഞ്ഞോട്ടെ അച്ഛാ, അവർ നല്ലത് പറഞ്ഞാലാണ് പ്രശ്നം ഉണ്ടാവുക എന്ന് സച്ചി അന്നേരം പറയുക. സച്ചേട്ടാന്നും പറഞ്ഞ് രേവതി താക്കോലുമായിട്ടോ വന്നു. അച്ഛൻ്റെ കയ്യിൽ കീ കൊടുക്കാൻ പറഞ്ഞു. അച്ഛനെ എഴുന്നേറ്റ് വരാൻ പറഞ്ഞു. അപ്പം അച്ഛൻ വന്നു. അച്ഛൻ്റെ കയ്യിൽ കീ കൊടുത്തിട്ട് ഇതുവിനെ കൊടുക്കാൻ പറഞ്ഞു. കൊടുത്തവൻ അനുഗ്രഹിക്കാൻ പറഞ്ഞു. അച്ഛനത് മേടിച്ചു. വന്നപ്പോൾ ചെറുപ്പക്കാരൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. എന്നിട്ട് ദേ നീ മനസ്സറിഞ്ഞ് സന്തോഷത്തോടെ ഇത് വാങ്ങിക്കുക. ദേ ഇതെൻ്റെ സച്ചിമോൻ്റെ ജീവിതത്തിൽ അടുത്ത ചവിട്ടുപടിയാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അച്ഛൻ പറയുക കേട്ടോ. നിങ്ങളെയൊക്കെ വിശ്വസിച്ചാട്ടോ അവൻ ജീവിക്കുന്നേ, കൂടെ ഉണ്ടാവണം എന്നും അദ്ദേഹം പറയുക. അത് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ അച്ഛാ, ഞങ്ങൾ കുറേ സുഹൃത്തുക്കൾ സച്ചിക്ക് വേണ്ടി തന്നെയല്ലേ ജീവിക്കുന്നത് എന്ന് ഇദ്ദേഹം പറയുക. അങ്ങനെ പറഞ്ഞപ്പോൾ ചന്ദ്രമതി എന്നും പറഞ്ഞ് അങ്ങനെ ഇരിക്കുക. അതിനും ഗോഷ്ടി. ഇങ്ങനെ വന്ന ചെറുപ്പക്കാരൻ്റെ കയ്യിൽ അച്ഛൻ താക്കോല് കൊടുത്തു എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിയുടെ ഒരു പരിഹാസവും കൂടി അതിൻ്റെ കൂട്ടത്തിൽ. നന്നായിട്ട് പോയിട്ട് വാ മോനെ എന്നും പറഞ്ഞ് അച്ഛൻ ആ ചേട്ടനെ പറഞ്ഞയച്ചു. അങ്ങനെ ദേ നന്നായിട്ട് ജോലി ചെയ്യണം കേട്ടോ, വാടക കൃത്യമായിട്ട് തരണം, പിന്നെ ദേ മദ്യപിച്ച് വണ്ടി ഓടിക്കരുത് കേട്ടോ, അങ്ങനെ ചെയ്ത് എന്നെ പറഞ്ഞു വിടും, വണ്ടി വേറെ ആൾ ഓടിക്കും എന്നല്ലേ പറയാൻ വന്നതെന്ന് രേവതിയോട് ചെറുപ്പക്കാരൻ ചോദിച്ചു. അങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ല കേട്ടോ, എല്ലാം ഞാൻ തന്നെ നോക്കിക്കോളാവെന്ന് പറഞ്ഞു എന്നും പറഞ്ഞിരിക്കുക ചന്ദ്ര. അപ്പോൾ രേവതി മോള് പറഞ്ഞത് കറക്റ്റാണ്. ജോലിക്കകത്ത് ഫ്രണ്ട്ഷിപ്പ് ഒന്നും നോക്കരുത് കേട്ടോ. സച്ചിമോൻ അതൊന്നും അറിയില്ല, അവന് ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ നേരെ അച്ഛൻ പറഞ്ഞു. അച്ഛാ ഞാനെല്ലാം നോക്കിക്കോളാവെന്നും കാർത്തിക്കേട്ടാ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ അതിൽ. എല്ലാം ഓർമ്മയുണ്ടേ എന്ന് പറഞ്ഞു. സച്ചേട്ടാ ഞാനെല്ലാം നോക്കുന്നതെന്ന് രേവതി പറയുമ്പോൾ നോക്കിക്കോ ഞാൻ തൊഴിലാളിയായിട്ട് ഇരുന്നോളാവേ എന്ന് സച്ചി. എടാ നിന്നെ ഓർത്ത് എനിക്ക് അഭിമാനമാടാ തോന്നുന്നത്, ഇപ്പം നീ വെറും കാർ ഡ്രൈവർ അല്ല, 2 കാറിൻ്റെ ഓണറാണെന്ന് പറഞ്ഞു. അദ്ദേഹം എടാ ഇവിടം കൊണ്ട് നിർത്തരുത് കേട്ടോ, ഒരു 100 കാറെങ്കിലും വാങ്ങിക്കണം, എന്നിട്ട് എന്നെ പോലെ കുറേ പേർക്ക് തൊഴിൽ കൊടുക്കണം, നീ വലിയൊരു മുതലാളി ആവണമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു കൊടുക്കുക. അപ്പോഴത്തേക്കും സുധി അങ്ങോട്ടേക്ക് വന്നു. വലിയ മുതലാളി വന്നേക്കുന്നു എന്നും പറഞ്ഞു അതിനും പുച്ഛവും കളിയാക്കലുമായിട്ട് അമ്മയുടെ കഴിഞ്ഞപ്പം മോൻ.
പതുക്കെ വന്നിട്ട് അമ്മേ കണ്ടോ, എൻ്റെ ഷോറൂമിൽ നിന്ന് സാധനങ്ങൾ അടിച്ചു മാറ്റിയവരൊക്കെ എന്നെ പറ്റിച്ചില്ലേ, അതുപോലെ ഇവൻ കാർ അടിച്ചു മാറ്റി സച്ചെ പറ്റിക്കും എന്ന് പറയുമ്പോൾ മിണ്ടാതിരിക്കടാ, അവൻ കേട്ട നിന്റെ കഴുത്തിന് പിടിക്കും, അത് ഞാൻ കാണേണ്ടി വരുമെന്ന് ചന്ദ്രമതി പറയാം മകനോട്. അപ്പോൾ കാർത്തി എത്ര കാറ് വാങ്ങിച്ചാലും എനിക്ക് മുതലാളിയൊന്നും ആവണ്ടടാ, ഞാൻ എന്നും കാർ ഡ്രൈവർ സച്ച് തന്നെ ആയിരിക്കും എന്ന് സച്ച് എന്നിട്ട് കൂട്ടുകാരോട് പറയാം. അതിന് കഴിയില്ലടാ, മുതലാളി ആകണമെങ്കിലേ വേറെ 1-2 കഴിവും കൂടെ വേണമെന്ന് സുധിയുടെ വക ഡയലോഗ്. അപ്പോൾ ചന്ദ്രൻ ഇരുന്ന് ചിരിക്കുക. അതെന്താ സച്ചേട്ടന് കഴിവില്ലേ, നന്നായിട്ട് അധ്വാനിച്ചാൽ ആർക്കും ഉയരത്തിലെത്താം, മുതലാളിയും ആകാമെന്ന് നമ്മുടെ രേവതി പറയുമ്പം എൻ്റെ സുധി വലിയ മുതലാളി ആയില്ലേ, അതുപോലെ നിന്റെ ഭർത്താവ് ആകണമെന്ന് ഒരാഗ്രഹം കൊണ്ട് നീ പറയുന്നതല്ലേ, അല്ല അത് പിന്നെ ഒരിക്കലും നടക്കില്ല എന്ന് ഞങ്ങൾക്കല്ലേ അറിയൂ എന്നും പറഞ്ഞ് ചന്ദ്രൻ ഇരുന്ന് കളിയാക്കുവാണേ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ചന്ദ്രൻ നന്നായില്ല എന്നുള്ളത് അവർക്ക് എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ കാർത്തി ഇങ്ങനെ സച്ചിയെ നോക്കുക. സച്ചിക്ക് അന്നേരം ദേഷ്യം വന്നു. സച്ചി അന്നേരം നേരെ ചെന്നിട്ട് ഈ നിൽക്കുന്ന മുതലാളിയാണത്രേ, 1000 രൂപ അവൻ്റെ കയ്യിലെടുക്കാനുണ്ടോ, ഈ മണ്ടനെ പോലെ എൻ്റെ ഭർത്താവ് ആകണമെന്ന് ഏതെങ്കിലും ഒരു പെണ്ണ് ആഗ്രഹിക്കുമോ എന്ന് സച്ചി അന്നേരം ചോദിച്ചു. സച്ചേട്ടാ പറയുന്നവർ കിടന്ന് പറയട്ടെ, കാർത്തികേട്ടൻ പറഞ്ഞതുപോലെ സച്ചേട്ടൻ 100 അല്ല 200 കാറ് വാങ്ങിക്കുമെന്ന് രേവതി അന്നേരം പറഞ്ഞു. അന്നേരം കളിപ്പാട്ടുമായിരിക്കും, കുട്ടികൾ കളിക്കുന്ന ചെറിയ കാറില്ലേ അതായിരിക്കും ഇപ്പോൾ മേടിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് ചന്ദ്ര കളിയാക്കും. അത് അദ്ദേഹം വാങ്ങിക്കുമ്പോൾ അറിയാം കളിപ്പാട്ടമാണോ ഒറിജിനലാണോ എന്നൊക്കെ. ഉറപ്പായിട്ടും സച്ചേട്ടൻ ഒരു നാൾ കുറേ കാറ് വാങ്ങിക്കുമെന്ന് രേവതി പറഞ്ഞപ്പോൾ രേവതി എന്നും പറഞ്ഞു ചെന്ന് വാ ഒത്തിപ്പിടിച്ചു. അയ്യോ വേണ്ടെന്ന് വേണ്ട, അപ്പം എന്താ നിന്റെ 2 ശബ്ദം പെൻഡിങ്ങിലാ, ഞാനത് നിറവേറ്റിയതിന് ശേഷം അധികം ശബ്ദമൊക്കെ ചെയ്താൽ മതി കേട്ടോ എന്ന് സച്ചി പറഞ്ഞേ. അപ്പോഴത്തേക്കും ചന്ദ്ര അവിടെ ഇരുന്ന് ഇവരെ കളിയാക്കി ചിരിക്കുക. എത്ര ശബ്ദം ചെയ്താലും ഇവനെ കൊണ്ട് കൂട്ടിയോ കൂടില്ലല്ലോ എന്നും പറഞ്ഞ് ചന്ദ്ര ഇരുന്ന് കളിയാക്കിയപ്പോൾ പിന്നെ അല്ലാതെ എന്നും പറഞ്ഞ് സുധി ഇരിക്കുക. ചന്ദ്ര നിന്റെ വായൊന്ന് അടച്ചു വയ്ക്കാവോ എന്ന് രവിയേട്ടൻ അന്നേരം ചന്ദ്രയോട് ചോദിച്ചു. അമ്മമാർ അവരുടെ എല്ലാ മക്കളെയും ഒരുപോലെയാ കാണേണ്ടത്, സുധി വലിയ മഹാനാണെന്ന് പറയുക, സച്ചിയെ വില കുറച്ച് കാണുക, അതൊന്നും വേണ്ട, അതിനൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു. 3 മക്കളെയും ഒരുപോലെ കാണണമെന്ന് ഞാൻ പലതവണ നിന്നോട് പറഞ്ഞിട്ടില്ലേന്ന് ചോദിച്ചു. വീടാച്ചാ കാർത്തിക നീ ചെല്ലടാ, ഞാൻ സ്റ്റാൻഡിലേക്ക് വന്നോളാമെന്ന് പറഞ്ഞ് സച്ചി ആ ചെറുപ്പക്കാരനെ പറഞ്ഞു വിട്ടു. അതങ്ങ് പോയി വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത് സന്തോഷത്തോടെ നമ്മുടെ സച്ചിയും രേവതിയും ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ച് കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ ആ ചെറുപ്പക്കാരൻ അങ്ങ് പോയി. പിന്നെ ശ്രുതി മുറിയിലിരുന്ന് ആലോചന തുടങ്ങി. അപ്പോഴാണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത്. ഭയങ്കര ആലോചനയാണ്. അന്നേരം ശ്രുതിക്ക് മനസ്സിലായി എന്തോ കാര്യമായിട്ട് തടഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടുള്ള ഇരിപ്പും ആലോചനയൊക്കെ ആണെന്ന്. ശ്രുതി എന്നിട്ട് നേരെ ശ്രുതിയുടെ അടുത്തേക്ക് ചെന്നു. ശ്രുതി എന്താ ഒരു ആലോചന എന്ന് ചോദിച്ചു. അതോ ശ്രുതി, അതെ നീ ഇപ്പോൾ വന്നവനെ ശ്രദ്ധിച്ചായിരുന്നോ എന്ന് ചോദിച്ചു. എന്ത്? ഇപ്പോൾ വന്നവൻ്റെ സംസാരവും ശരിയല്ല, അവൻ്റെ നോട്ടവും അത്ര ശരിയല്ല, ഇനി അവനെ കൊണ്ടായിരിക്കും എൻ്റെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ശ്രുതിക്ക് ഇപ്പോൾ എല്ലാവരെയും സംശയമാണല്ലോ എന്ന് ശ്രുതി അന്നേരം പറഞ്ഞു. അവനും ശ്രുതിയും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? അല്ല അവനെന്തിനാ ശ്രുതിയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വരുന്നേ? അതിൻ്റെ ആവശ്യം എന്താ? എന്തായാലും എനിക്ക് ആലോചിച്ചിട്ട് ആകെ ടെൻഷൻ ആവുന്നുണ്ട് ശ്രുതി. എന്തിനാ എൻ്റെ ശ്രുതി ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താ? ഞാൻ പറഞ്ഞതൊക്കെ എന്താ? ശ്രുതി മറന്നുപോയോ എന്ന് ചോദിച്ചു. എൻ്റെ ജീവൻ വെച്ചിട്ടുള്ള കളിയല്ലേ ശ്രുതി, പിന്നെ എങ്ങനെ ഞാൻ ടെൻഷൻ അടിക്കാതിരിക്കുമെന്നും ചോദിക്കുക കേട്ടോ. എന്നാലും ആര് കാരണമായിരിക്കും എനിക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ പോകുന്നത്? അപ്പോൾ വീട് ശ്രുതി വന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു. ഭക്ഷണം അല്ലല്ലോ ഇപ്പോൾ ഇവിടെ പ്രധാനം, ജീവനല്ലേ എന്ന് ശ്രുതിയോട് ശ്രുതി. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല എന്നും പറഞ്ഞിട്ടിരിക്കുക. ഇതൊന്നും അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല, ഇത് ഞാൻ കണ്ടുപിടിക്കും. എങ്ങനെ? അതൊന്നും നീ ഇപ്പം അറിയണ്ട, ഞാൻ പോയി വേഗം ഒന്ന് റെഡി ആവട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി റെഡി ആവാൻ പോവുക. ശ്രുതിക്കാണെങ്കിൽ ടെൻഷനായി. അങ്ങനെ ശ്രുതി വേഗം ചാടിത്തുള്ളി ബ്രോയുടെ കാണാൻ പോവുക, കൂട്ടുകാരനെ. അവിടെ ചെന്നപ്പം നീ എന്താടാ ഇവിടെ വന്നതെന്ന് ചോദിച്ചു. എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞു. അല്ല ഇപ്പോഴും നീ ജീവനോടെ തന്നെ ഉണ്ടല്ലേ എന്ന് ചോദിച്ചു. ഈ സ്വർണം വിറ്റത് വീട്ടിലറിഞ്ഞ് നിന്നെ ആ സച്ചിയും ഭാര്യയും കൂടെ തല്ലിക്കൊന്നാട്ടോടാ ഞാൻ വിചാരിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കളിയാക്കുമ്പം തല്ലി കൊല്ലേണ്ടതായിരുന്നു ബ്രോ, പക്ഷെ അത് ഒരു വിധത്തിലൊന്ന് അടങ്ങി എന്നും പറഞ്ഞിങ്ങനെ പറഞ്ഞു. അല്ല നീ വന്ന കാര്യം എന്താടാ? അത് പറഞ്ഞില്ലല്ലോ. അത് പിന്നെ ഞാൻ ഭാഗ്യവാനൊന്നും അല്ല ബ്രോ, എൻ്റെ ജീവൻ ഇപ്പോഴും അപകടത്തിലാണ്. അതെന്താടാ അതെന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ ഷോറൂമിൽ ഇരിക്കുമ്പോൾ ഒരുത്തൻ വന്ന് എനിക്കൊരു ലെറ്റർ തന്നടാന്നും പറഞ്ഞു. നിൻ്റെ കൂടെയുള്ള ഒരാൾ കാരണം നിൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് അതിൽ എഴുതി വെച്ചിരുന്നത്. എനിക്കാണെങ്കിൽ ആകെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ കിടന്ന് വെപ്രാളം കൂട്ടുമ്പോൾ നീ കാരണം മറ്റുള്ളവരുടെ ജീവന് അപകടം ഉണ്ടാകുമെന്നല്ലായിരുന്നു അതിൽ എഴുതിയിട്ടിരുന്നതെന്ന് ചോദിച്ചപ്പോൾ തമാശ കള ബ്രോ, എൻ്റെ ബിസിനസ് തകർക്കാനും എന്നെ ഇല്ലാതാക്കാനും ആളുകൾ ഇറങ്ങിയിട്ടുണ്ടെന്നും അതാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നും ആരായിരിക്കും അതെന്നൊക്കെ ചോദിക്കാം. എന്നോട് ചോദിച്ചാൽ ഞാനിപ്പോൾ എന്നാ പറയാനാ? അപ്പോൾ ഏതായാലും ഞാനല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ ഇനി
ഇങ്ങനെ ഒരു ലെറ്റർ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് പോലീസിലൊരു പരാതി കൊടുക്കാൻ പറഞ്ഞു. അതൊന്നും പറ്റത്തില്ല, എനിക്കാണെങ്കിൽ പേടിച്ചിട്ട് ഉറങ്ങാനും കഴിയുന്നില്ലടാ എന്നും പറഞ്ഞ് ഇങ്ങനെ കൂട്ടുകാരനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ശ്രുതി. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചിയെ രേവതിയൊക്കെ അതിനകത്ത് എടുത്തിടുന്നു. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.